എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബറോഡയിലെ BCA സ്റ്റേഡിയത്തിൽ ന്യൂസിലൻഡിനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടത് വെറും ഒരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല, മറിച്ച് ത്രില്ലർ സിനിമകളെ വെല്ലുന്ന അവിശ്വസനീയമായ ഒരു പോരാട്ടമായിരുന്നു. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഈ ഒന്നാം ഏകദിനം അവസാനിച്ചപ്പോൾ സ്കോർ ബോർഡിലെ ഇന്ത്യയുടെ കൂറ്റൻ ജയത്തേക്കാൾ ഉപരി ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് തോറ്റിട്ടും തലയുയർത്തി നിന്ന കിവീസ് നായകൻ മൈക്കൽ ബ്രേസ്വെല്ലിന്റെ ആ വാക്കുകളാണ്. ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തീരുമാനം തുടക്കത്തിൽ വലിയൊരു അബദ്ധമായി പോയോ എന്ന ആരാധകർ നെഞ്ചിൽ കൈവച്ചുപോയ നിമിഷങ്ങളായിരുന്നു ആദ്യം കണ്ടത്. ഡെവൻ കോൺവേയും ഹെൻറി നിക്കോൾസും ചേർന്ന് വിക്കറ്റ് കളയാതെ 117 റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ ഇന്ത്യ ശരിക്കും വിയർത്തു. എന്നാൽ കളി കൈവിട്ടു പോകുമെന്ന് തോന്നിയ ആ 21-ാം ഓവറിൽ സാക്ഷാൽ രോഹിത് ശർമ്മ കടിഞ്ഞാൺ ഏറ്റെടുത്തതോടെ കഥയാകെ മാറിമറിഞ്ഞു. രോഹിത് വരുത്തിയ തന്ത്രപരമായ മാറ്റങ്ങളും ബൌളർമാർക്ക് നൽകിയ ആത്മവിശ്വാസവും കളി മാറ്റി. ഹർഷിത് റാണ എന്ന യുവതാരം ഒരൊറ്റ സ്പെല്ലിൽ കോൺവേയെയും നിക്കോൾസിനെയും പുറത്താക്കി കിവീസിന്റെ നടുവൊടിച്ചു. പിന്നീട് സിറാജും പ്രസീദ് കൃഷ്ണയും കുൽദീപ് യാദവും ചേർന്ന് നടത്തിയ വിക്കറ്റ് വേട്ടയിൽ 340 കടക്കുമെന്ന് കരുതിയ ന്യൂസിലൻഡ് 300 റൺസിൽ ഒതുങ്ങി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയാകെ ന്യൂസിലൻഡ് ബൌളർമാരെ നിലം പരിശാക്കി. മാറ്റ് ഹെൻറിയുടെ ആദ്യ ഓവറിൽ തന്നെ 4 ബൗണ്ടറികൾ പായിച്ച് രോഹിത് ശർമ്മ തുടങ്ങിയ വെടിക്കെട്ട് അവസാനിച്ചത് 77 പന്തിൽ 121 റൺസ് എന്ന മാസ്മരിക സെഞ്ചുറിയിലാണ്. രോഹിത് പോയപ്പോൾ ക്രീസിലെത്തിയ കിങ് കോഹ്ലി 93 റൺസോടെ തന്റെ ക്ലാസ് എന്താണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്ത് ഇന്ത്യയെ 4 വിക്കറ്റിന്റെ രാജകീയ വിജയത്തിലെത്തിച്ചു. പക്ഷേ കളിയേക്കാൾ ആവേശം നിറഞ്ഞത് മത്സരശേഷം നടന്ന പ്രസന്റേഷൻ സെറമണിയായിരുന്നു. തോൽവിക്ക് ശേഷവും പുഞ്ചിരിയോടെ മൈക്കിന് മുന്നിലെത്തിയ മൈക്കൽ ബ്രേസ്വെൽ പറഞ്ഞ വാക്കുകൾ ഓരോ ക്രിക്കറ്റ് ആരാധകന്റെയും ഹൃദയം തൊടുന്നതായിരുന്നു. യാതൊരു ഒഴിവുകഴിവുകളും പറയാതെ തികഞ്ഞ പക്വതയോടെ ബ്രേസ്വെൽ പറഞ്ഞു, "ഇന്നത്തെ ദിവസം ഞങ്ങൾക്കൊരു പരാതിയുമില്ല. കാരണം ഇന്ത്യ എല്ലാ മേഖലയിലും ഞങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു. ബാറ്റിംഗ് ആയാലും ബൌളിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും അവർ ഞങ്ങളെ നിഷ്പ്രഭരാക്കി." ഇന്ത്യൻ ബാറ്റിംഗിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബ്രേസ്വെൽ പറഞ്ഞതിങ്ങനെയാണ്, 300 റൺസ് എന്നത് ഈ പിച്ചിൽ ഒരു മോശം സ്കോറല്ല. പക്ഷേ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും പവർ പ്ലേയിൽ തന്നെ ഞങ്ങളുടെ എല്ലാ പ്ലാനുകളും തകർത്തു. മോശം പന്തുകളെ അവർ അതിർത്തി കടത്തി നല്ല പന്തുകളിൽ സിംഗിളുകൾ നേടി ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കി. രോഹിത്തിന്റെ ആ ആക്രമണോത്സുകതയാണ് കളി ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്തത്. പിന്നീട് വിരാട് കോഹ്ലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ബ്രേസ്വെല്ലിന്റെ വാക്കുകളിൽ ആദരവ് നിറഞ്ഞു നിന്നു. അദ്ദേഹം പറഞ്ഞു, "വിരാട് കോഹ്ലി, അദ്ദേഹത്തെക്കുറിച്ച് എന്തു പറയാനാണ്? ലോകത്തിലെ ഏതൊരു ബൌളർക്കും അദ്ദേഹത്തെ ഔട്ട് ചെയ്യുക എന്നത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇന്ന് അദ്ദേഹം കളിച്ച ആ ഇന്നിംഗ്സ് വെറും റൺസ് അല്ല, അതൊരു സ്റ്റേറ്റ്മെന്റാണ്. ക്ലാസും ക്ഷമയും അനുഭവസമ്പത്തും എല്ലാം ഒത്തിണങ്ങിയ ഇന്നിംഗ്സ്. എന്റെ അഭിപ്രായത്തിൽ ഈ കാലഘട്ടത്തിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ, യഥാർത്ഥ കിങ് വിരാട് കോഹ്ലി തന്നെയാണ്. സമ്മർദ്ദഘട്ടങ്ങളിൽ കളി എങ്ങനെ കൊണ്ടുപോകണമെന്ന് യുവതാരങ്ങൾ കോഹ്ലിയെ കണ്ടുപഠിക്കണം." ഇന്ത്യയുടെ ബൌളിംഗിനെക്കുറിച്ചും പ്രത്യേകിച്ച് യുവതാരം ഹർഷിത് റാണയെക്കുറിച്ചും ബ്രേസ്വെൽ എടുത്തു പറഞ്ഞു, "ഞങ്ങൾ 117 റൺസിന് വിക്കറ്റൊന്നും പോകാതെ നിൽക്കുമ്പോൾ ഇന്ത്യ ഇത്ര പെട്ടെന്ന് തിരിച്ചുവരുമെന്ന് കരുതിയില്ല. പക്ഷേ ഹർഷിത് റാണയാണ് കളിയിലെ യഥാർത്ഥ ഹിഡൻ ഹീറോ. ആ ഒരൊറ്റ സ്പെല്ലിൽ 2 വിക്കറ്റ് എടുത്ത് റാണ ഞങ്ങളെ ബാക്ക്ഫൂട്ടിലാക്കി. സിരാജും പ്രസീദ് കൃഷ്ണയും കുൽദീപ് യാദവും മധ്യ ഓവറുകളിൽ ഞങ്ങളെ വരിഞ്ഞുമുറുക്കി. വിക്കറ്റുകൾ പോയതോടെ ഞങ്ങൾ പ്രതിരോധത്തിലായി. ഇന്ത്യ അത് മുതലെടുത്തു. അവസാനമായി ഇന്ത്യൻ ടീമിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം നിർത്തി. ഇന്ത്യൻ ടീം ഇപ്പോൾ വളരെ സന്തുലിതമാണ്. എപ്പോൾ ഗിയർ മാറ്റണം, എപ്പോൾ ആക്രമിക്കണമെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അതാണ് അവരെ ഇത്ര അപകടകാരികളാക്കുന്നത്. എന്തായാലും തോൽവിയിലും ഇത്രയും അന്തസ്സോടെ പെരുമാറുന്ന, എതിരാളികളെ ബഹുമാനിക്കുന്ന മൈക്കൽ ബ്രേസ്വെല്ലിനെ പോലൊരു ക്യാപ്റ്റനെ സമ്മതിക്കാതെ വയ്യ. രോഹിത്തിന്റെയും കോഹ്ലിയുടെയും മാസ്മരിക പ്രകടനത്തിനൊപ്പം കിവീസ് നായകന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റും ഈ മത്സരത്തെ അവിസ്മരണീയമാക്കുന്നു. നിങ്ങൾക്കും ബ്രേസ്വെല്ലിന്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ, ടീം ഇന്ത്യയുടെ ഈ രാജകീയ വിജയത്തിൽ അഭിമാനം തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് താഴെ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.